ദേശീയപാത തലപ്പാടി രാമനാട്ടുകര സ്ട്രെച്ചിന്റെ ഉദ്ഘാടനത്തിൽ നിന്ന് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കി. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ക്ഷണമില്ല. ഉദ്ഘാടന ചടങ്ങിൽ രാജീവ് ചന്ദ്രശേഖരനെ ഉൾപ്പെടുത്തുകയും ചെയ്തു. ദേവൻ MP വിവരങ്ങളുമായിട്ടുണ്ട്. ദേവൻ, വിവരങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലേക്ക് എത്തുന്നത്. കൊച്ചിയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം, ഒപ്പം തന്നെ NDAയുടെ കൺവെൻഷനും അടക്കം വിവിധ പരിപാടികളിലാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ചില വികസന പദ്ധതികളുടെ ഉദ്ഘാടനം ഇന്ന് പ്രധാനമന്ത്രി നിർവഹിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദേശീയപാതയുടെ 1ാം ഘട്ട വികസനത്തിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും 2 സ്ട്രെച്ചുകളുടെയാണ് പ്രധാനമായിട്ടും ഉദ്ഘാടനം വരുന്നത്. പ്രത്യേകിച്ചും ചെങ്ങള മുതൽ രാമനാട്ടുകര വരെയുള്ള 2 ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടനത്തിലാണ് ഇത്തരത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രോട്ടോകോൾ ലിസ്റ്റ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും തലപ്പാടി മുതൽ രാമനാട്ടുകര വരെയാണ് ഈ സ്ട്രെച്ചിന്റെ ദേശീയപാതയുടെ ഇതെന്ന് പറയുന്നത്. അതിൽ സംസ്ഥാനത്തിന്റെ നോഡൽ ഓഫീസർ എന്ന് പറയുന്നത് ഇത്തരത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെയാണ്. അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന വ്യക്തികളുടെ പേര് വിവരങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പുറത്തുവിട്ടിരിക്കുന്നത്. പ്രധാനമായും സംസ്ഥാനം കൂടി സാമ്പത്തികമായി പിന്തുണയ്ക്കുന്ന ഒരു പദ്ധതിയാണ് സംസ്ഥാനത്തെ ദേശീയപാത വികസന പദ്ധതി എന്ന് പറയുന്നത്. ഏകദേശം 5900 കോടിയോളം രൂപ സംസ്ഥാനം മാത്രം ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് അതിന്റെ സ്ഥലമേറ്റെടുപ്പ് പദ്ധതിക്കായി വിനിയോഗിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്ന് വലിയ ശതമാനത്തിലുള്ള ഒരു സാമ്പത്തിക പിന്തുണയുള്ള ഒരു പദ്ധതിയിലാണ് അതിൽ ഉദ്ഘാടനത്തിൽ നിന്നും സംസ്ഥാനത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കാനായിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ദേശീയപാത വികസനത്തിന്റെയും ക്രെഡിറ്റ് അത് കേന്ദ്ര സർക്കാരിലേക്ക് മാത്രം കൈമാറി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിട്ട്, അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള ഒരു നീക്കമായിട്ടാണ് ഇതിനിപ്പോൾ വിലയിരുത്തുന്നത്. മാത്രമല്ല ഈ പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ അടക്കം ക്ഷണമുണ്ട്. ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തുന്നത് BJP നേതാവായിട്ടുള്ള സന്ദീപ് വചസ്പതിയാണ്. അങ്ങനെ BJP നേതാക്കൾക്ക് കൂടി പങ്കാളിത്തമുള്ള അല്ലെങ്കിൽ ഉദ്ഘാടന ചടങ്ങിലാണ് ഇത്തരത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, അതും ഈ പറയുന്നത് പോലെ തന്നെ ദേശീയപാത വികസനത്തിൽ സംസ്ഥാനത്തിന്റെ പങ്ക് വളരെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. മറ്റെല്ലാ സംസ്ഥാനത്തും ഇത്തരത്തിൽ ദേശീയപാത വികസനം നടത്തുമ്പോൾ അവിടെ എല്ലാം തന്നെ അതിന്റെ പൂർണ്ണ ചെലവ് കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നതെങ്കിൽ ഇവിടെ സംസ്ഥാനം അതിന്റെ സ്ഥലമേറ്റെടുപ്പ് പദ്ധതിയിൽ അടക്കം വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്തം കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം 5900 കോടിയുടെ പങ്കാളിത്തമാണ് ഉള്ളത്. മാത്രമല്ല മറ്റ് 2 പദ്ധതികൾ, കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുന്ന കല്ലടയിലുള്ള 50 മെഗാവാട്ട് വൈദ്യുതി ഫ്ലോട്ടിംഗ് പദ്ധതിയുടെ ഉദ്ഘാടനത്തിൽ വൈദ്യുത വകുപ്പ് മന്ത്രിക്ക് ക്ഷണമുണ്ട്. ഒപ്പം തന്നെ മന്ത്രി MP രാജേഷിന് മറ്റൊരു പരിപാടിയിൽ ഇത്തരത്തിൽ ക്ഷണമുണ്ട്. അങ്ങനെ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഈ പരിപാടിയിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രോട്ടോകോൾ ലിസ്റ്റ് വന്നിരിക്കുന്നത്. പക്ഷേ അതിന്റെ കാരണം ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. മന്ത്രിയുടെ ഓഫീസുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കുന്നത് ഈ പരിപാടിയിലേക്ക് മന്ത്രിക്ക് ക്ഷണം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അത് സംബന്ധിച്ചിട്ടുള്ള വിശദീകരണം ഇനി BJP നേതാക്കളുടെ ഭാഗത്തു തന്നെയാണ് വരേണ്ടതും. സേതു. ഓക്കെ ദേവൻ, ശരി. ദേവൻ MP വിവരങ്ങൾ നൽകിയത്. പറഞ്ഞ പോലെ ഈ ദേശീയപാത തലപ്പാടി രാമനാട്ടുകര സ്ട്രെച്ചിന്റെ ഉദ്ഘാടനത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയാലും കേരളത്തിലുള്ളവർക്കറിയാം സംസ്ഥാന സർക്കാർ ഈ പാതയ്ക്ക് വേണ്ടി എത്ര ചിലവാക്കിയെന്നും ഈ പാതയിൽ കേന്ദ്രത്തോടൊപ്പം തന്നെ സംസ്ഥാനത്തിനും ഇത്ര കണ്ട അവകാശമുണ്ടെന്നും.